ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ പരിഹരിക്കാനും ലഘൂകരിക്കാനും വിശദമായ ചർച്ചകൾക്കും മറ്റ് നടപടികൾക്കും തയ്യാറാണെന്ന് ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കവേ ചൈനയുടെ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേരത്തെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ, അതായത് യഥാർത്ഥ അതിർത്തിയിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അവിടെ സൈനിക പിന്മാറ്റത്തിന് 2024 ധാരണയായിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചാണ് രാജ്നാഥ് സിംഗ് ആ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചത്. വിശദമായ പദ്ധതി രേഖ അദ്ദേഹം തയ്യാറാക്കുകയും മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം പരസ്പര വിശ്വാസവും സഹകരണവും സൗഹൃദവും ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആണ് രണ്ടു കൂട്ടരും നീങ്ങേണ്ടത് എന്ന തരത്തിലുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പരിഗണനാ വിഷയങ്ങൾ, അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും ഈ പറയുന്ന അതിർത്തി പുനർനിർണയമടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ തർക്ക വിഷയങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യേണ്ട, കൈമാറേണ്ട വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അടിസ്ഥാന രേഖയും അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ചൈന ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുമായി കൂടുതൽ ചർച്ചകൾക്ക് സന്നദ്ധമാണ്. ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് പ്രശ്നപരിഹാരം ചർച്ചയിലൂടെ സാധ്യമാണ് എന്ന തരത്തിലാണ് ചൈന ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയും ചൈനയുമായിട്ട് ദീർഘകാലം സംഘർഷങ്ങൾ, അതായത് അതിർത്തി ഇന്ത്യ ചൈന യുദ്ധം പോലും ഉണ്ടായതാണ് അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ. പിന്നീട് ദീർഘകാലമായി നമ്മൾ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വലിയ രീതിയിലുള്ളൊരു സൈനിക നടപടിയിലേക്കോ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ പോയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 45 വർഷത്തിന് ശേഷം 2020 ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു സൈനിക സംഘർഷത്തിലേക്ക് പോയത്. നമുക്കറിയാവുന്നതുപോലെ കിഴക്കൻ ലഡാക്കിൽ, കൃത്യമായി പറഞ്ഞാൽ ഗാൽവാൻ താഴ്വരയിൽ ആണ് ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായത്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, വെടിവെപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് റിപ്പോർട്ട്. ചൈനയുടെ നീക്കത്തെ ഇന്ത്യൻ സേന ശക്തമായി പ്രതിരോധിച്ചു. പക്ഷേ നമ്മുടെ ഒരു കേണലടക്കം 20 സൈനികർക്ക് വീരമൃത്യു പ്രാപിക്കേണ്ടി വന്നു. 4 ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ചൈന അന്ന് ഔദ്യോഗികമായി വിശദീകരിച്ചത്. പക്ഷേ പിന്നീട് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം യഥാർത്ഥ മരണസംഖ്യ ഈ 4ന്റെ 9 മടങ്ങോളം എത്തും എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 40-നടുത്ത് ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അതായത് ഇന്ത്യ ചൈന സംഘർഷം, അതായത് ഈ മേഖലയുടെ ആ മേഖലയുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു പ്രധാന ഘടകമാണ്. കാരണം കുന്നും മലയും മഞ്ഞും മലയിടുക്കുകളും നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഇന്ത്യ ചൈന അതിർത്തി രേഖയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ പ്രദേശങ്ങൾ ഏത്, യഥാർത്ഥ നിയന്ത്രണ രേഖ ഏത് തുടങ്ങിയ തർക്കങ്ങൾ കാലാകാലങ്ങളായി നിലനിന്നിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കവും ഉടലെടുക്കാൻ കാരണം. ചില ഇന്ത്യൻ പ്രദേശങ്ങളിൽ ചൈന അവകാശവാദം ഉന്നയിച്ചത് ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തതോടുകൂടിയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തർക്കവും സൈനിക വിന്യാസവും ഒക്കെ തുടങ്ങിയത്. ഈ 2020 അതായത് ഗാൽവാൻ താഴ്വരയിൽ രണ്ട് സൈന്യവും പരസ്പരം ഏറ്റുമുട്ടിയതോടെ വലിയ രീതിയിലുള്ളൊരു സംഘർഷ അന്തരീക്ഷം ഉണ്ടാവുകയും രണ്ട് രാജ്യങ്ങളുടെയും സേനാവിന്യാസം അതിർത്തി മേഖലയിൽ ശക്തമാവുകയും ചെയ്തു. ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകും എന്നുള്ള തരത്തിൽ നിന്ന് ചർച്ചകളിലൂടെ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം തുടർച്ചയായി 11 തവണയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക നേതൃത്വങ്ങൾ കൂടിക്കാഴ്ച നടന്നത്. പിന്നീട് അത് ഉന്നതതല യോഗങ്ങൾക്ക് വഴിമാറി ഏതാണ്ട് 22 തവണ ഇത്തരത്തിൽ ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നത്. അതായത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയുമായിട്ടായിരുന്നു അത്തരത്തിലൊരു കൂടിക്കാഴ്ച. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ 2024 തയ്യാറാക്കിയ സേനാ പിന്മാറ്റ കരാർ, അതായത് അതിർത്തിയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശത്തു നിന്നും പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കുക, അതേപോലെ തന്നെ സൈനിക പട്രോളിംഗ് നടക്കേണ്ട മേഖലകൾ ഏത്, മറ്റ് സുരക്ഷ കാവൽ ഏർപ്പെടുത്തേണ്ട മേഖലകൾ ഏത് തുടങ്ങിയ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഒരു സുപ്രധാന തീരുമാനം വന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളും ധാരണകളിലേക്കുമാണ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന
ചർച്ചയിലും ധാരണയായത്. ഇക്കാര്യത്തിൽ അതായത് ചൈനയും ചൈനയുമായി ഇന്ത്യയും ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യം നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഷാങ്ഹായ് ഉച്ചകോടിക്കൂടെ വ്യക്തമാക്കിയിരുന്നു. ചൈനയുമായി ഒരു സംഘർഷത്തിന് ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അതിർത്തിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ അത് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം. അതിനായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ, അതായത് ഉന്നതതല സമിതിയെ രണ്ട് രാജ്യങ്ങളും ഈ സമിതിയിലേക്ക് വേണ്ട അംഗങ്ങളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുമായി തുറന്ന ചർച്ചകൾക്ക് തയ്യാറാണ്. എന്തൊക്കെയാണ് പരിഗണനാ വിഷയങ്ങൾ എന്നുള്ളത് ഇന്ത്യയുമായി ചർച്ച ചെയ്ത് ധാരണ എത്തിയ ശേഷം ആ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾക്കാണ് ഇനി വേദി ഒരുക്കുകയെന്ന് വിദേശകാര്യമന്ത്രി മാവോ നിങ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കമെന്ന് പറയുന്ന അതിസങ്കീർണമായ ഒരു വിഷയമാണെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇന്ത്യക്കും അതുതന്നെയാണ് വിഷയം. കാരണം അവിടുത്തെ ഈ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയുമുണ്ട്. പെട്ടെന്ന് നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയല്ല. കുന്നും മലയും മലയിടുക്കുകളും ഉള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ ഇത്തരം സങ്കീർണമായൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ സമയമെടുക്കും എന്നുള്ളൊരു നിലപാടാണ് ചൈന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കും സമാനമായ നിലപാടാണുള്ളത്. അതായത് ദൈർഘ്യമേറിയ വിശദമായ ചർച്ചകൾ തന്നെ നടക്കട്ടെ. പരിഗണനാ വിഷയങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. ആ കാര്യത്തിൽ വിശദമായ ചർച്ചയാവാം. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രാജ്യങ്ങളും വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട പരിഗണനാ വിഷയങ്ങൾ ഏതെന്നുള്ളത് അത് നയപരിപാടികളടക്കം രണ്ട് രാജ്യങ്ങളും തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നിശ്ചിതമായ ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നായിരിക്കും ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുക. പിന്നെ പറയുന്നത് ഈ അതിർത്തിയിലെ സമാധാനം മാത്രമല്ല ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനം. പരസ്പര സഹകരണം, അതായത് വ്യാപാര വാണിജ്യ കരാറുകൾ അടക്കം പരസ്പര സഹകരണം, അതേപോലെ തന്നെ അതിർത്തി മേഖലയിലെ ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര അടക്കം, അതായത് നിയന്ത്രണ രേഖ, അതിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപവാസികളായിട്ടുള്ള ഗ്രാമീണർ അടക്കമുള്ളവരെ പ്രത്യേക പരിഗണന നൽകി അവർക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾക്ക് അവസരമൊരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലും ചർച്ചയുണ്ടാകും. ഏതായാലും രണ്ട് രാജ്യങ്ങളും വലിയൊരു സൈനിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളൊരു സൈനിക സംഘർഷം ഉണ്ടാകുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകില്ല. എന്നാൽ അതിർത്തിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. ആദ്യം ചർച്ച, പക്ഷേ പ്രകോപനമുണ്ടായാൽ കൃത്യമായ രീതിയിൽ പ്രകോപനമുണ്ടാകും, കൃത്യമായ മറുപടി ഉണ്ടാകുമെന്ന് ചൈനയ്ക്ക് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ബോധ്യമായതാണ്. നമുക്കറിയാവുന്നതുപോലെ മുൻ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ നമ്മൾ കുറേ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്നത്, അതായത് ടിക്ടോക്ക് അടക്കമുള്ള ചൈനീസ് ആപ്പുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിരോധിക്കുന്നതടക്കമുള്ള നടപടികൾ എടുത്തിരുന്നു. വ്യാപാര നിയന്ത്രണം, ചൈനയ്ക്കെതിരെ നമ്മൾ വ്യാപാര നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ കൊറോണ സമയത്ത് കൊറോണ മാരി വല്ലാതെ പടർന്നു പിടിച്ചിരുന്ന സമയത്ത് ഇത്തരം അതിർത്തി തർക്കങ്ങൾ, അത്തരം സംഘർഷങ്ങളുടെ പേരിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ശത്രുതാ മനോഭാവം ചൈനയോട് എടുത്തിട്ടില്ല എന്നുള്ളതും പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ നിലവിൽ വ്യാപാര വാണിജ്യ കരാറുകളെല്ലാം ഇന്ത്യ ചൈന ബന്ധം വളരെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ സുഖകരമായ അന്തരീക്ഷത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമാകുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് തുടക്കമാകുന്നത്. എത്രയും വേഗം നേരത്തെ പറഞ്ഞതുപോലെ അതിർത്തിയിലെ സംഘർഷങ്ങൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം.